ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു കൊറിയൻ നൂഡിൽസ് ആണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കൊറിയൻ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഫൈനലി നമ്മളൊരു കൊറിയൻ നൂഡിൽസ് വാങ്ങിയിരിക്കുകയാണ്. ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ ചീസ് ഫ്ലേവറിലുള്ള ഒരു നൂഡിൽസ് ആയിരുന്നു. പാക്കിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൽ തന്നെ എങ്ങനെ കുക്ക് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസും എല്ലാം കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ട് എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ആ പാക്കറ്റ് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കി, അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് നമ്മുടെ സാധാരണ ഒരു നൂഡിൽസ് കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു സീസണിങ് മിക്സും ഒരു സീസണിങ് ഓയിലുമാണ് ഉണ്ടായിരുന്നത്. അതും അവർ നന്നായിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറിൽ ഈ 2 പാക്കറ്റ് കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ക്വാണ്ടിറ്റി വൈസ് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ വാങ്ങുന്ന മാഗി, ഇപ്പി അതിൻ്റെ അത്രയും വലുപ്പം എനിക്ക് ഈ നൂഡിൽസിന് തോന്നിയിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചു. എല്ലാവരും 400 ml വെള്ളമെന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ എൻ്റെ അളവിന് കുറച്ച് വെള്ളം വെച്ചു. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം, എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇടയ്ക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റാണ് പ്രിപ്പറേഷൻ ടൈം പറഞ്ഞേക്കുന്നത്. 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം, ഊറ്റിയെടുക്കണം നമുക്ക്. ഇപ്പോൾ ഞാൻ ഈ നൂഡിൽസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ സാധാരണ ഇപ്പി, മാഗി അതിനേക്കാളൊക്കെ കുറച്ച് കട്ടി കൂടിയ നൂഡിൽസാണിത്. നമുക്കതൊന്ന് കുക്കായി വരുന്തോറും അതിൻ്റെ ആ കട്ടി ഒന്ന് കൂടി വരുന്നതായിട്ട് തോന്നി എനിക്ക്. ഇപ്പോൾ നന്നായിട്ട് അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ സീസണിങ് മിക്സും സീസണിങ് ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ആദ്യമായിട്ട് ഇതിൽ സീസണിങ് മിക്സാണ് പൊട്ടിച്ചിട്ടത്. ശരിക്കും ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല ചീസിൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് നമുക്ക് കിട്ടാൻ തുടങ്ങി. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് തന്നെയായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ല്. അത് കഴിഞ്ഞിട്ട് ആ സീസണിങ് ഓയിലാണ് പൊട്ടിച്ചൊഴിച്ചത്. ശരിക്കും അത് പൊട്ടിച്ചപ്പോഴത്തേക്കും നല്ല മുളകിൻ്റെ മണമാണ് നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. എന്തായാലും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സീസണിങ് ഓയിലും സീസണിങ് മിക്സും കൂടി നന്നായിട്ട് മിക്സായാൽ മാത്രമേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടായാലും നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത്. കാണാനൊക്കെ വളരെ ഭംഗിയുണ്ടായിരുന്നു. നല്ല ചുമന്ന കളറിൽ, മാത്രമല്ല ചീസിൻ്റെയും മുളകിൻ്റെയൊക്കെ നല്ല മണവും കിട്ടുന്നുണ്ടായിരുന്നു. ആർക്കും കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലായിരുന്നു. അങ്ങനെ ആക്രാന്തം കാരണം കൊറിയൻ നൂഡിൽസ് ഞാനും കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അല്ല വായിലേക്ക് വച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എരിവെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ഗൈസ്, ഇത്രയും എരിവുള്ള നൂഡിൽസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഞാൻ പൊതുവേ എരിവ് നല്ല ഇഷ്ടപ്പെടുന്ന ആളാണ്, നല്ല എരിവുള്ള ആഹാരം കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇതെനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ആ നാവിലേക്ക് വച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള എരിവായിരുന്നു. ഒരിക്കലും കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് കൊടുക്കരുത്, കാരണം അവർക്ക് പറ്റത്തില്ല, അത്രയും എരിവാണ്. പക്ഷേ ആ ഫസ്റ്റുള്ള ആ ഒരു എരിവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ചീസിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുകയാണെങ്കിൽ ആ ആദ്യത്തെ ഒരു എരിവ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കാണാം. ബൈ.